ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഓരോ സാധാരണക്കാരൻ്റെ അവസാന ആശ്രയമാണ് ജുഡീഷ്യറി. പക്ഷേ ജുഡീഷ്യറി തന്നെ തെറ്റ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നാം ഡൽഹിയിൽ കണ്ടത്. ഡൽഹിയുടെ ഹൈക്കോടതി ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് നോട്ടുകെട്ടുകളാണ് കണ്ടെടുത്തിരിക്കുന്നത്. അതിനെതിരെ പല വിമർശനങ്ങളുണ്ടായിരുന്നു. അവിടെ നോട്ടുണ്ടായിരുന്നോ ഇല്ലേ, അങ്ങനെ പല വിവാദങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ അതിലിപ്പോൾ കൃത്യത വന്നിട്ടുണ്ട്. ആ ജഡ്ജിക്കെതിരെ നടപടി ഉടൻ ഉണ്ടാകുമല്ലോ. തീർച്ചയായിട്ടും ഇപ്പോൾ സുപ്രീം കോടതി ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട് മാതൃകാപരമാണ് എന്ന് പറയാം. കാരണം ഈ ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയ്ക്കെതിരെയാണ് ഈ ആരോപണം ഉയർന്നത്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹം ഇല്ലാതിരുന്ന സമയത്ത് ഒരു തീപിടുത്തമുണ്ടായി. ആ തീ അണയ്ക്കാൻ അവിടെ എത്തിയ അഗ്നിശമന സേനാംഗങ്ങളാണ് ഈ കത്തിയ കുറേ നോട്ടുകെട്ടുകളും അല്ലാതെ ചാക്കുകളിൽ കൂട്ടിയിട്ടിരിക്കുന്ന നോട്ടുകെട്ടുകളും സ്റ്റോർ റൂമിൽ നിന്ന് കണ്ടെടുത്തത്. അപ്പോൾ അത് അവർ റിപ്പോർട്ട് ചെയ്തു. ആദ്യം റിപ്പോർട്ട് ചെയ്ത് അവർ പിന്നീട് അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ കേന്ദ്ര സർക്കാർ കൂടുതൽ കടുപ്പിച്ചപ്പോൾ അതവർ ആ കുറ്റം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ കണ്ടെത്തിയിട്ടുണ്ട് എന്നവർ വ്യക്തത വരുത്തി. തുടർന്ന് ഇക്കാര്യത്തിൽ അന്വേഷണം വേണം എന്ന് വിവിധ കോണുകളിൽ നിന്ന് ആവശ്യമുയർന്നു. രാഷ്ട്രീയമായും സാമൂഹ്യമായും എന്തിന് നമ്മുടെ നിയമപരമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ജുഡീഷ്യറിയുടെ ഭാഗത്തു നിന്ന് പോലും ഈ വിഷയത്തിൽ വലിയ എതിർപ്പും അന്വേഷണം വേണമെന്ന ആവശ്യവും ഉയർന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി അവിടെ ഒരു ആഭ്യന്തര സമിതിയെ നിയോഗിച്ചു അന്വേഷണത്തിന്. ഇപ്പോൾ അവർ അത് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. ഈ ഹൈക്കോടതി ജഡ്ജി കുറ്റക്കാരനാണ് ഈ വിഷയത്തിൽ. അദ്ദേഹത്തിന് ഈ നോട്ടുകൾ ഇത്രയും പണം എവിടുന്ന് കിട്ടി, അതിൻ്റെ ഉറവിടം എന്താണ് എന്ന് അദ്ദേഹം വെളിപ്പെടുത്തണം. ഇത് പലരും വിമർശിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പതിവാണ്. കാരണം ഈ നിയമ സംവിധാനത്തിൽ ജഡ്ജിമാരുടെ സുപ്രീം കോടതിയായാലും ഹൈക്കോടതിയായാലും ഇങ്ങ് താഴെ കീഴ്ക്കോടതികളായാലും വലിയ രീതിയിലുള്ള തെറ്റായ മാർഗത്തിലുള്ള ഒരു ധനസമ്പാദ്യം അവർ നടത്തുന്നതായി, വലിയ രീതിയിൽ പണങ്ങൾ അവർ ശേഖരിക്കുന്നു, അനധികൃതമായ പണങ്ങൾ സമ്പാദിക്കുന്നു എന്ന രീതിയിലുള്ള വലിയ വിമർശനങ്ങൾ കുറച്ച് നാളുകളായി തന്നെ ഉയർന്നു കേൾക്കുന്നുണ്ട്. അത് ഈ കൊളീജിയം സംവിധാനത്തിനെതിരെ വലിയ ആക്ഷേപമുണ്ട്. സുപ്രീം കോടതി തൊട്ട് താഴെ തട്ട് വരെയുള്ള ജഡ്ജിമാരുടെ നിയമനത്തിൽ വലിയ തോതിൽ ചില കൈകടത്തലുകൾ ഉള്ളതായിട്ടൊക്കെയാണ് ആക്ഷേപമൊക്കെ ഉയർന്നിരിക്കുന്നത്. അത് സംബന്ധിച്ച് പല വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് ശ്രീജിത്ത് പറഞ്ഞതുപോലെ അവസാനത്തെ ആശ്രയം ജുഡീഷ്യറിയാണ്. ജുഡീഷ്യറി അതായത് ദൈവത്തിൻ്റെ പ്രത്യക്ഷ രൂപമാണ് ജുഡീഷ്യറി എന്നാണ് ഒരു ശരാശരി ഇന്ത്യൻ പൗരൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഏത് ആവലാതിയും അവസാനമായിട്ട് അവർക്ക് പറയാൻ കഴിയുന്ന ഒരു സ്ഥലം ജുഡീഷ്യറിയാണ്. അതിൻ്റെ പവിത്രത കാത്തു സൂക്ഷിക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരുമാണ്. ഇപ്പോൾ ഈ യശ്വന്ത് വർമ്മയ്ക്കെതിരായിട്ട് ഇത്തരത്തിലൊരു ആക്ഷേപം ഉയരുകയും സുപ്രീം കോടതി തന്നെ അത് അന്വേഷിക്കാൻ ഒരു ആഭ്യന്തര സമിതിയെ നിയോഗിച്ചു. ആ ആഭ്യന്തര സമിതി ഇദ്ദേഹം തെറ്റുകാരനാണെന്നുള്ള റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് യശ്വന്ത് വർമ്മയോട് രാജിവെച്ച് ഒഴിയണം എന്ന് നിർദ്ദേശിച്ചു. ആ നിർദ്ദേശം യശ്വന്ത് വർമ്മ തള്ളിയിരിക്കുകയാണ്, അതനുസരിക്കുന്നില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ജഡ്ജിയെ ഇംപീച്ച് ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ഉള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. ആ റിപ്പോർട്ട്, ഈ പറഞ്ഞ അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് ബാർ ആൻഡ് ബെഞ്ച് എന്നൊരു സംവിധാനത്തിലാണ് അത് അന്വേഷിക്കുന്നത്. ആ റിപ്പോർട്ട് ഇപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് രാഷ്ട്രപതിക്കും നമ്മുടെ പ്രധാനമന്ത്രിക്കും കൈമാറിയിരിക്കുകയാണ്. അത് രാഷ്ട്രപതിയുടെയും പ്രധാനമന്ത്രിയുടെയും ഒക്കെ ഓഫീസുകളിൽ എത്തിച്ചിട്ടുണ്ട് ആ അന്വേഷണ റിപ്പോർട്ടിൻ്റെ കോപ്പികൾ. ഇനി അവിടെ നിന്നാണ് തുടർ നടപടികൾ വരേണ്ടത്. മുമ്പും ഇതുപോലെ ഒരു 2011 കൽക്കട്ട ഹൈക്കോടതിയിലെ ജഡ്ജിയായിരുന്ന ഒരു സൗമിത്ര സെൻ, അവരെ ഇംപീച്ച് ചെയ്യാനായിട്ട് രാജ്യസഭയിൽ പ്രമേയം വരികയും ആ രാജ്യസഭ പ്രമേയം പാസ്സാക്കുകയും ചെയ്തു. അത് ലോക്സഭയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അവർ രാജിവെച്ചു. അതാണ് ഏറ്റവും ഒടുവിലത്തെ ഈ ഇംപീച്ച്മെൻറ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ള ഒരു കാര്യം. അതുപോലെ തന്നെ മദ്രാസ് ഹൈക്കോടതിയിൽ ജഡ്ജിയായിരുന്ന ഒരാളും ഇതുപോലെ അവസാനം പുറത്താക്കപ്പെട്ടു. അദ്ദേഹത്തിനെതിരെ വലിയ അന്വേഷണവും വലിയ വിവാദങ്ങളും ഒക്കെ ഉണ്ടായതാണ്. എന്തായാലും ഇവിടെ ഇപ്പോൾ അഴിമതിയുമായി ബന്ധപ്പെട്ടാണ് ഈ പണത്തിൻ്റെ ഉറവിടം എന്താണെന്ന് വ്യക്തമാക്കാൻ ജഡ്ജി തയ്യാറാകുന്നില്ല. അതാണ് ഇവിടുത്തെ വിഷയം. അത് ചൂണ്ടിക്കാട്ടിയിട്ടായിരിക്കും ഇംപീച്ച്മെൻറ്റ് വരിക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ ജഡ്ജിയെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് സുപ്രീം കോടതി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെ അലഹബാദ് ഹൈക്കോടതിയിൽ എത്തിയെങ്കിലും അദ്ദേഹത്തിന് ഔദ്യോഗികമായ ചുമതലകളൊന്നും കൊടുക്കരുത് എന്നാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ നിർദ്ദേശം ഇപ്പോൾ പാലിക്കപ്പെടുന്നുണ്ട്. യശ്വന്ത് വർമ്മയ്ക്ക് കൃത്യമായിട്ടും ഈ പറയുന്നത് പോലെ ചുമതലകളൊന്നും കൊടുത്തിട്ടില്ല. പക്ഷേ പന്തിപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കോർട്ടിലാണ്.
കേന്ദ്ര സർക്കാരിനും രാഷ്ട്രപതിക്കും ഈ വിഷയത്തിൽ ഇനി നടപടി സ്വീകരിക്കാം. അവർക്ക് ഈ പറഞ്ഞതുപോലെ ഇംപീച്ച്മെൻറ്റ് പ്രമേയം കൊണ്ടുവരാം. ആ പ്രമേയം രാജ്യസഭയിലും ലോക്സഭയിലും പാസ്സാക്കി രാഷ്ട്രപതി ഈ ജഡ്ജിയുടെ ആ പദവിയിൽ നിന്ന് യശ്വന്ത് വർമ്മയെ നീക്കം ചെയ്യാം. ഇതാണ് ഇപ്പോൾ ഇതിനകത്ത് ഇനി നടക്കാനുള്ളത്. എന്തായാലും പക്ഷേ ഒരു കാര്യം നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ഈ ജുഡീഷ്യറിയുടെ നേർക്ക് സാധാരണ പൗരൻ്റെ സംശയമുന നീളുന്നത് നല്ലതല്ല. കാരണം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഏറ്റവും പാവപ്പെട്ടവൻ്റെ പോലും ആശ്രയം ഇന്ന് നമ്മുടെ കോടതികളാണ്. ഇന്ത്യൻ ജുഡീഷ്യറിയെ അല്ലാതെ അവർക്ക് മറ്റൊരു സ്ഥലത്ത് അത്രയും വലിയൊരു ആശ്രയമില്ല. നമ്മളെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ പ്രത്യക്ഷ രൂപമാണ് കോടതി എന്ന് കരുതുന്നവരാണ് നമ്മളൊക്കെ. അതുകൊണ്ട് തന്നെ അതിൻ്റെ പവിത്രതയും സത്യസന്ധതയും ധാർമ്മികതയും ഒക്കെ ആ നീതിദേവത കണ്ണുകെട്ടിയിട്ടാണ് ഇരിക്കുന്നത്. അവരുടെ മുന്നിൽ തെളിവുകൾ മാത്രമാണ്. അവർക്ക് ദയയോ കാരുണ്യമോ മറ്റു വികാരങ്ങളോ ഒന്നും തന്നെയില്ല. വളരെ കൃത്യമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സത്യം മാത്രം പരിശോധിച്ച് ബോധ്യപ്പെട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നിയമം നടപ്പാക്കുക. അതുപോലെ തന്നെ നമ്മൾ പറയുന്നൊരു വലിയ അതോടൊപ്പം തന്നെ നാം ഇപ്പോൾ കാണുന്നുണ്ട്, ജനങ്ങൾക്ക് പോലും യുക്തിയില്ലാത്ത പല വിധികളും പല കോടതികളുടെ ഭാഗത്തു നിന്നുണ്ടാകുകയാണ്. അതിൻ്റെയൊക്കെ അന്തസത്ത പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അത് കേന്ദ്ര സർക്കാർ ചില കാര്യങ്ങൾ പറയുന്നത് ശരിയാണ് എന്ന് നമുക്കും മനസ്സിലാവും. കാരണം ഈ കൊളീജിയം സംവിധാനം ഈ ജഡ്ജിമാരെ തിരഞ്ഞെടുക്കുന്ന, അതായത് അച്ഛൻ ജഡ്ജിയാണെങ്കിൽ കാലക്രമേണ മകൻ ജഡ്ജിയാവും, അല്ലെങ്കിൽ കൊച്ചുമകൻ ജഡ്ജിയാവും. ഇങ്ങനെയൊക്കെയുള്ള ഒരു കൃത്യമായ മാനദണ്ഡങ്ങൾക്കനുസൃതമായിട്ടല്ല ഈ ജഡ്ജിമാരെ തീരുമാനിക്കുന്നത് ഒരു ആക്ഷേപം, ഒരു ആരോപണം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. അത് വളരെ കൃത്യമായിട്ട് അതിനൊരു മാറ്റം വരേണ്ടതുണ്ട്. അത് വളരെ കൃത്യമായിട്ട് ഈ പറഞ്ഞതുപോലെ ജഡ്ജിമാരെ തിരഞ്ഞെടുക്കാൻ ഒരു പ്രത്യേക സംവിധാനം തന്നെ ഉണ്ടാകണം. താഴെത്തട്ടിൽ മജിസ്ട്രേറ്റുമാരെയൊക്കെ തിരഞ്ഞെടുക്കാൻ പരീക്ഷയും മറ്റുമൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ജില്ലാ ജഡ്ജിക്ക് മുകളിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല. അത് വളരെ കൃത്യമായിട്ട് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിൻ്റെയും പിന്നെ സുപ്രീം കോടതിയിലേക്ക് വരുമ്പോൾ അത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെയും ഒക്കെ നിയന്ത്രണത്തിലാണ് ഇരിക്കുന്നത്. അവിടെ ഒരു കൊളീജിയമുണ്ട്. ആ കൊളീജിയമാണ് ഈ പറയുന്നത് പോലെ ജഡ്ജിമാർക്ക് സ്ഥാനക്കയറ്റം കൊടുത്ത് ജില്ലാ കോടതിയിൽ നിന്ന് ഹൈക്കോടതിയിലേക്കും അവിടെ നിന്ന് സുപ്രീം കോടതിയിലേക്കും ഒക്കെ കൊണ്ടുവരുന്നത് ആ രീതിയിലാണ്. അതിന് ഒരു മാറ്റം വരണം എന്ന് കേന്ദ്ര സർക്കാർ നിരവധി വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിന് കൃത്യമായിട്ട് പുതിയ മാനദണ്ഡങ്ങൾ ഉണ്ടാകണം. അവിടെയും കൃത്യമായ ആ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ, കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ജഡ്ജിമാരെ അവരുടെ ട്രാക്ക് റെക്കോർഡൊക്കെ പരിശോധിച്ച് അവരുടെ സർവീസ് കാലയളവിൽ അവർ നൽകിയ വിധികളെയും ഒക്കെ പഠിച്ചും പരിശോധിച്ചും അത് നിർണയിച്ചുമൊക്കെ വേണം ഒരു തീരുമാനമെടുക്കാൻ എന്നുള്ള ഒരു നിലപാടാണ് കേന്ദ്ര സർക്കാരിനുള്ളത്. അത് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്ന നിലപാട് ശരിയാണെന്ന് തന്നെ പറയണം. എന്തായാലും സുപ്രീം കോടതിയും രാഷ്ട്രപതിയും കേന്ദ്ര സർക്കാരുമൊക്കെ ഈ കാര്യത്തിൽ യോജിച്ച ഒരു തീരുമാനം എടുക്കട്ടെ എന്നാണ് നമുക്ക് പറയാൻ കഴിയുക. ഈ അവസരത്തിൽ യശ്വന്ത് വർമ്മയുടെ കാര്യത്തിൽ ഒരു ഇംപീച്ച്മെൻറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് രാജിവെച്ച് ഒഴിയുന്നതായിരിക്കും അദ്ദേഹത്തിന് നല്ലത് എന്നെനിക്ക് തോന്നുന്നു. എന്തായാലും സുപ്രീം കോടതി കൂടെ കൈവിട്ട സ്ഥിതിക്ക് സുപ്രീം കോടതിയെ സംബന്ധിച്ച് അന്വേഷണ റിപ്പോർട്ട് വളരെ കൃത്യമാണ്. അതിൽ ഈ ജഡ്ജിക്കെതിരായിട്ട്, ഹൈക്കോടതി ജഡ്ജിക്കെതിരായിട്ട് ചില പരാമർശങ്ങളൊക്കെ ഉണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരം. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഏറ്റവും അന്തസ്സായി ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ തന്നെ രാജിവെച്ച് ഒഴിഞ്ഞ് അന്വേഷണത്തെ നേരിടുന്നതാണ് നല്ലത്. അത് നമ്മുടെ ജുഡീഷ്യറിയുടെ അന്തസ്സും പവിത്രതയും സത്യസന്ധതയും ധാർമ്മികതയും ഒക്കെ കാത്തുസൂക്ഷിക്കാൻ സഹായിക്കും. അത്തരത്തിലൊരു തീരുമാനം ഉണ്ടാകട്ടെ. അല്ലാത്ത പക്ഷം ഇത് ഇംപീച്ച്മെൻറ്റിലേക്ക് പോകും. ഇംപീച്ച്മെൻറ്റിലേക്ക് പോകുന്നത് തീർച്ചയായിട്ടും ആ ഹൈക്കോടതി ജഡ്ജിക്കും നല്ലൊരു കാര്യമല്ല. അദ്ദേഹത്തിനും അത് ചീത്തപ്പേരുണ്ടാക്കുന്നതാണ് എന്നുള്ളതാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.